നിങ്ങളുടെ പണം ബാങ്ക് എഫ്.ഡിയിൽ വെറുതെയിരുന്ന് ഒരു പ്രയോജനവുമില്ലാതെ പോകുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിച്ചോ, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ബാങ്ക് എഫ്.ഡികളേക്കാൾ മികച്ച വരുമാനം തരുന്ന, സർക്കാർ നേരിട്ട് ഗ്യാരണ്ടി നൽകുന്ന 9 അടിപൊളി നിക്ഷേപ പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം, ഒരു രൂപയുടെ പോലും റിസ്ക് ഇതിലില്ല. ഈ പദ്ധതികളുടെയെല്ലാം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരൊറ്റ വാചകമാണ്. ഇവയെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവയാണ്. അതിന്റെ അർത്ഥമെന്താണെന്നോ? നിങ്ങളുടെ പണം 100% സുരക്ഷിതമായിരിക്കും. പണം നഷ്ടപ്പെടുമോ എന്നൊരു പേടിയേ വേണ്ട. ഓക്കെ, പലരും സുരക്ഷ മാത്രം നോക്കി ബാങ്ക് എഫ്.ഡികളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഈ താരതമ്യമൊന്ന് നോക്കിക്കേ. ഒരു വശത്ത് കുറഞ്ഞ വരുമാനവും ടാക്സുമുള്ള ബാങ്ക് എഫ്.ഡി, മറുവശത്ത് അതിനേക്കാൾ ഉയർന്ന വരുമാനം, പലതിനും നികുതി ഇളവുകൾ, പിന്നെ എല്ലാത്തിനും മുകളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ഉറപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു താരതമ്യം പോലുമില്ല, അല്ലേ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വിഭാഗത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ പ്രധാന ലക്ഷ്യം പണം വളർത്തുക എന്നതാണെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച ചില പദ്ധതികളാണ്. ലിസ്റ്റിലെ ആദ്യത്തേത് നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അഥവാ NSC. ഇതിനെ ഒരു തരം പോസ്റ്റ് ഓഫീസ് എഫ്.ഡി എന്ന് വിളിക്കാം. പക്ഷേ പലിശ നോക്കിക്കേ, 7.7%, അതും ഉറപ്പായ പലിശ. ഇതിലെ ഏറ്റവും വലിയ ആകർഷണം, നിങ്ങൾ നിക്ഷേപിക്കുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് ടാക്സിൽ നിന്ന് ഇളവ് കിട്ടും. സിമ്പിളായി പറഞ്ഞാൽ, 1 ലക്ഷം രൂപ ഇന്ന് നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 1.5 ലക്ഷമായി വളരും. അതോടൊപ്പം ടാക്സും ലാഭിക്കാം. ഒരു ഡബിൾ ധമാക്ക. ഇനി നമ്മൾ കാണാൻ പോകുന്ന പദ്ധതിയുടെ പേര് കിസാൻ വികാസ് പത്ര, അല്ലെങ്കിൽ KVP എന്നാണ്. പേര് കേട്ട് ഇത് കർഷകർക്ക് മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാം. ഇതിന്റെ വാഗ്ദാനം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പണം ഇരട്ടിയാക്കി തരും. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? വളരെ ലളിതമാണ്. നിങ്ങളൊരു തുക ഒറ്റത്തവണയായി നിക്ഷേപിക്കുക. എന്നിട്ട് കൃത്യം 9 വർഷവും 7 മാസവും കാത്തിരിക്കുക. അത്രയുള്ളൂ. നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയായി കയ്യിൽ കിട്ടും. അതായത് ഇന്ന് 10 ലക്ഷം രൂപ ഇട്ടാൽ മെച്യൂരിറ്റി സമയത്ത് അത് 20 ലക്ഷമായിരിക്കും. ഇതിന്റെ വാർഷിക പലിശ കണക്കാക്കിയാൽ ഏകദേശം 7.5% വരും. ഓക്കെ, അപ്പോൾ പണം വളർത്താനുള്ള വഴികൾ നമ്മൾ കണ്ടു. ഇനി ഒറ്റത്തവണ നിക്ഷേപിച്ച് എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്കുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ തുക നിക്ഷേപിച്ച് അതിൽ നിന്ന് എല്ലാ മാസവും ഒരു പെൻഷൻ പോലെ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും മികച്ച ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഒരു ഉദാഹരണം പറയാം. ഒരു ജോയിന്റ് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒന്നും ചെയ്യാതെ തന്നെ ഏകദേശം 9,250 രൂപ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പേരുപോലെ തന്നെ ഇത് നമ്മുടെ സീനിയർ സിറ്റിസൻസിന് വേണ്ടിയുള്ളതാണ്. വിരമിച്ചവർക്ക് സുരക്ഷിതമായൊരു വരുമാനം ഉറപ്പാക്കാൻ ഇതിലും മികച്ചൊരു പദ്ധതി വേറെയില്ലെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നോ? പലിശ നിരക്ക് നോക്കൂ, 8.2. സർക്കാർ പദ്ധതികളിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. 30 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഓരോ 3 മാസം കൂടുമ്പോഴും 61,500 രൂപ കൈ കിട്ടും. ചെലവുകളൊക്കെ സുഖമായി നടന്നുപോകും. ഇനി വരുന്നത് സാക്ഷാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടാണ്. അപ്പോൾ പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അല്ലേ? ഇതിനെ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് എന്നു പറയും. അതായത് ഇതിന്റെ പലിശ ഫിക്സഡ് അല്ല. ഓരോ 6 മാസത്തിലും പലിശ നിരക്ക് പുതുക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ പലിശ നിരക്ക് കൂടിയാൽ നമുക്കും അതിന്റെ പ്രയോജനം ലഭിക്കും. ഒരു നിമിഷം, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ സാമ്പത്തിക വിശകലനങ്ങൾ ഇനിയും ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി, ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളിലേക്ക് വരാം. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, പിന്നെ നമ്മുടെ സ്വന്തം റിട്ടയർമെന്റ്. ഇതിനൊക്കെയായി രൂപകൽപ്പന ചെയ്ത ചില സൂപ്പർ പദ്ധതികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പെൺകുട്ടികളുള്ള ഏതൊരു രക്ഷിതാവും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു പദ്ധതി. അതാണ് സുകന്യാ സമൃദ്ധി യോജന അഥവാ SSY. ഈ സ്ക്രീനിൽ കാണുന്ന സംഖ്യ കണ്ടോ? 74 ലക്ഷം രൂപ. ഇത് വെറുമൊരക്കമല്ല. നിങ്ങളുടെ പെൺകുട്ടിയുടെ ഭാവിക്കായി പ്രതിമാസം വെറും 12,500 രൂപ മാറ്റിവെച്ചാൽ 21 വർഷത്തിനു ശേഷം അവളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ആയി കയ്യിൽ കിട്ടാൻ സാധ്യതയുള്ള തുകയാണിത്. ഇതാണ് കൂട്ടുപലിശയുടെയും ഈ പദ്ധതിയുടെയും മാന്ത്രികത. എന്തുകൊണ്ടാണ് SSY ഇത്ര സവിശേഷമാകുന്നത് എന്നല്ലേ? ഒന്നാമതായി 8.2% എന്ന ഉയർന്ന പലിശ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ EEE സ്റ്റാറ്റസ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിനോ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്കോ അവസാനം പിൻവലിക്കുന്ന ഈ വലിയ തുകയ്ക്കോ 1 രൂപ പോലും നികുതി നൽകേണ്ടതില്ല. കംപ്ലീറ്റ് ടാക്സ് ഫ്രീ. അടുത്തത് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ PPF
അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ച് ഒരു വലിയ സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണിത്. SSY പോലെ തന്നെ PPF-നും EEE നികുതി ഇളവുകളുണ്ട്. 15 വർഷം കൊണ്ട് നിങ്ങൾക്കൊരു മികച്ച റിട്ടയർമെന്റ് ഫണ്ട് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഉറപ്പായ വരുമാനം തരുന്ന പദ്ധതികളാണ്. എന്നാൽ നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS കുറച്ച് വ്യത്യസ്തമാണ്. ഇത് നിങ്ങളുടെ പണം ഓഹരി വിപണിയിലും നിക്ഷേപിക്കുന്നതുകൊണ്ട് ഇതിന് വളരെ ഉയർന്ന വരുമാനം നൽകാൻ കഴിയും, ഒരു 8 മുതൽ 12% വരെ. പക്ഷേ ഓർക്കുക, ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നഷ്ടസാധ്യതകളും ഇതിലുണ്ട്. കൂടുതൽ നേട്ടത്തിന് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അസംഘടിത മേഖലയിലും കുറഞ്ഞ വരുമാനക്കാരായ ആളുകൾക്കും ഒരു ചെറിയ ഉറപ്പായ പെൻഷൻ നൽകാനായി സർക്കാർ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. വളരെ ചെറിയ പ്രതിമാസ നിക്ഷേപത്തിലൂടെ വിരമിക്കൽ കാലത്ത് ഒരു നിശ്ചിത തുക ഉറപ്പാക്കാം. ഇത്രയും പദ്ധതികൾ കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നോ? ഇതിലേതാണ് എനിക്ക് ഏറ്റവും അനുയോജ്യമെന്ന്? വിഷമിക്കണ്ട, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചൊരു തീരുമാനമെടുക്കാൻ ഞാൻ സഹായിക്കാം. ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെല്ലാ പദ്ധതികളും അവയുടെ പലിശ നിരക്കും ആർക്കാണ് ഏറ്റവും അനുയോജ്യമെന്നും ഒറ്റനോട്ടത്തിൽ കാണാം. ഏറ്റവും ഉയർന്ന പലിശ നൽകുന്നത് സുകന്യ സമൃദ്ധി യോജനയും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുമാണ്, 8.2%. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് തിരഞ്ഞെടുക്കാം. നമുക്കിത് ഒന്നുകൂടി സിമ്പിളാക്കാം. നിങ്ങളുടെ ലക്ഷ്യമെന്താണ്? മകളുടെ ഭാവിയാണോ എങ്കിൽ നേരെ SSYയിലേക്ക് പോകാം. പണം ഇരട്ടിയാക്കാനാണോ? KVP ആണ് ഓപ്ഷൻ. എല്ലാ മാസവും വരുമാനം വേണോ? പോസ്റ്റ് ഓഫീസ് MIS ഉണ്ട്. നിങ്ങളൊരു സീനിയർ സിറ്റിസനാണോ? നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് SCSS. ദീർഘകാലത്തേക്ക് ടാക്സ് ലാഭിച്ച് സമ്പാദിക്കാനാണെങ്കിൽ PPF ആണ് ബെസ്റ്റ്. കണ്ടില്ലേ, എത്ര എളുപ്പമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ സർക്കാർ പദ്ധതികളിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ തീരുമാനം താഴെ കമന്റ് ചെയ്യുക. ഇതിലേതു പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അറിയേണ്ടതെന്ന് ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ കാണാം.